on Hit 96.7 FM. Hit on request. Hit on request. Good evening. Welcome to the Complete Request Show. Hit on Request with me, Donna, right here on Hit 96.7 FM. ഇന്ന് റേഡിയോ ആക്റ്റീവ് ടീമിൻ്റെ കൂടെ കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ ടൈം 8 8 മണിക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ ഒരാൾ വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ബിക്കോസ് ഐ വാസ് സോ എക്സൈറ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ഗസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇവിടെ നമ്മളിപ്പോൾ യു എയിൽ ഒരുപാട് കുട്ടികളുണ്ട് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാലൻറ്റ്. അതിൽ ഒട്ടുമിക്ക മക്കളെയും നമ്മളിവിടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കിഡ്സ് ഗോട്ട് ടാലൻറ്റിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടാലൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്നാൽ ദിസ് ഈസ് വൺ ടാലൻറ്റ് ദാറ്റ്സ് സോ യുണീക്ക്. ആൻഡ് ഞാൻ ഒരിക്കലും ഈ ഒരു ലൈൻ ഓഫ് സംഭവത്തിലേക്ക് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. കാരണം എനിക്ക് ഈ കടലിനോടൊരു ഭയങ്കര ഫോബിയ ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ വേർഡ് ഫോർ that fear of sea അല്ലെങ്കിൽ fear of oceans or fear of waterന് ആ വേർഡ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വലിയ ഫോബിയ ഉള്ളൊരു സംഭവമാണ് ഈ കടലിലേക്ക് പോവുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഷിപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ട് എടുത്ത് പോവുകയാണെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പോകുന്നത് കടലിലേക്കാണ്. അവിടെയാണെങ്കിൽ നമുക്ക് കാല് കുത്താൻ പോലും കിട്ടൂല, മൊത്തം ഇരുട്ടാണ്. അങ്ങനെയാണ് അൺനെസസറി ആയിട്ടുള്ള തോട്ട്സ് കുറേ നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് വരും. എന്നാൽ the guest who's sitting right here in front of me is Kerala's first and youngest certified free diver, right? And we have Sarah here in the studio. Welcome, Sarah. Thank you. Now, first of all, ആദ്യമേ തന്നെ ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതായത് നമ്മൾ ഈ സ്കൂബ ഡൈവർ എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഫ്രീ ഡൈവർ എന്ന് പറയുന്നത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ എക്വിപ്മെന്റ് ഇല്ലാതെ ഡൈവ് ചെയ്യുന്നതിനാണോ ഫ്രീ ഡൈവർ എന്ന് പറയുന്നത്? കറക്റ്റ് ആണോ? ഓക്കെ, അപ്പൊ എന്റെ റിസർച്ച് ഒക്കെ സെറ്റ് ആണല്ലേ? ശരി. സോ സേറ, ആദ്യമേ തന്നെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹൂ ഇസ് സേറ? ഹൗ ഓൾഡ് ആർ യു? ഇവിടെ ഏത് സ്കൂളിൽ പഠിക്കുന്നു? ഹൂ ഡു യു ഹാവ് അറ്റ് ഹോം ആൻഡ് വാട്ട് ഡു യു ഡു? ഇതൊക്കെ ആദ്യം പറയൂ. I am Sarah Chitrins. I study in DPS Dubai. I'm 13 years old and I have a lovely family with my mother, father and a small brother. ഓക്കെ, ശരി. ആൻഡ് സേറ നാട്ടിലെവിടെയാണ്? എറണാകുളം, കൊച്ചിനാണ്. ശരി. അപ്പോൾ സേറ ഇങ്ങനെ സാധാരണ സ്കൂളിൽ കുട്ടികളൊക്കെ പോലെ നോർമലായിട്ടുള്ള അവിടെ ഫുട്ബോളിൽ പങ്കെടുക്കുന്നു, വയലിനൊക്കെ പഠിക്കുന്നു, സാധാരണ ടാലൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ഈ സ്കൂബ ഡൈവിങ് അതിലേക്ക് വരുന്നു. പക്ഷെ അത് സേറയാണോ അത് കണ്ടത്? ഡിഡ് യു സ്ക്രോൾ ആൻഡ് ഡിഡ് യു ഫൈൻഡ് ഔട്ട് അബൌട്ട് സ്കൂബ ഡൈവിങ്? അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ജേർണിയിലേക്ക് ഉള്ള തുടക്കം എങ്ങനെയാണ്? വാസ് ഇറ്റ് ത്രൂ യു? വാസ് ഇറ്റ് ത്രൂ യുവർ ഫാമിലി മെമ്പർ? എങ്ങനെയായിരുന്നു? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തുടക്കമായിരുന്നു. മൈ മദർ വാസ് ജസ്റ്റ് സ്ക്രോളിംഗ് ത്രൂ ഇൻസ്റ്റാഗ്രാം. ഓക്കെ. ഷീ സഡൻലി സോ വീഡിയോ ഓഫ് എ പേഴ്സൺ സ്കൂബ ഡൈവിംഗ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ചെയ്യുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ്, വൈ നോട്ട്, ട്രൈ ചെയ്യാം. ചെയ്തു നോക്കി. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ബിൽഡായി. പിന്നെ ഫർദർ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഫർദർ പുഷ് ചെയ്ത് അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ സ്കൂബ ഡൈവിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. സോ ഈ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു മഹാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ ഫസ്ലു കയറി വന്നപ്പോൾ സേറയെ നോക്കിയിട്ട് പറഞ്ഞു, സേറ അല്ലേ, സെറനെ ട്രെയിൻ ചെയ്തത് മിസ്റ്റർ വേണു അല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ ഫസ്ലുവിന് മിസ്റ്റർ വേണുവിന് അറിയാം. അപ്പോൾ ഫസ്ലു പണ്ടങ്ങാണ്ട് എപ്പോഴോ ഒരു ബർത്ത്ഡേക്ക് ഒരു സ്കൂബ ഡൈവിങ്ങിന് പോയപ്പോൾ അങ്ങനെയാണ് വേണു സാറിനെ കണ്ടുമുട്ടിയത്. അപ്പോൾ ആ പറഞ്ഞ വേണു സാറാണ് നമ്മുടെ സേറയുടെ ഇൻസ്ട്രക്ടർ. സോ ഹി ഹാസ് ബീൻ ട്രെയിനിങ് യു സിൻസ് ദ വെരി ബിഗിനിങ് അല്ലേ? ഓക്കെ, ശരി. അപ്പം ഈ വേണു സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്കറിയാം, അപ്പോൾ വേണു സാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ വേണു സാറിന് ഒരു വലിയ ഹായ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ട്രെയിനിങ് സച്ച് എ wonderful student here. And സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയൂ. ഹൗ ഇസ് ഹി? പുള്ളിയുടെ പ്രൊഫഷൻ എന്താണ്? ഐ എം പ്രിറ്റി ഷുവർ സ്കൂബ ഡൈവിംഗ് തന്നെ ആയിരിക്കും. പക്ഷെ അതല്ലാതെ ഹിസ് പാഷൻ യു വുഡ് ഹാവ് ഫെൽറ്റ് ഇറ്റ് അല്ലേ? ഇത്രയും നാളായിട്ട് യു ബീൻ ലേണിംഗ് ഫ്രം ഹിം. സോ ടെൽ മീ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് വേണു സർ? സാറിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓഷ്യൻ, സീ ഇസ് ദ പാർട്ട് ഓഫ് ലൈഫ്. It's something that should be explored by everyone and should be seen by everyone. He's a very nature connected person. He's more than just a teacher to me, actually. He's like an uncle that always pushes you to come forward. From the beginning, എനിക്ക് ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സാറ് എല്ലാ ബേസിക്സ് തൊട്ട് എനിക്ക് പിന്നെ പറഞ്ഞു തന്ന്
പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് ആദ്യം തന്നെ കൺവിൻസ് ചെയ്ത് പിന്നെ എല്ലാ സ്റ്റെപ്പിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഫ്രീ ഡൈവിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും സാറാണ്. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ്, എനിക്കറിയാത്ത ഇൻട്രസ്റ്റ് തന്നെ സാറ് ബിൽഡപ്പ് ചെയ്യാനും പിന്നെ എനിക്ക് എല്ലാ ചാൻസസും എന്ന് വെച്ചാൽ ഓഷ്യൻ ക്ലീനിങ് ഡ്രൈവിനായാലും അങ്ങനെ എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും വേറെ വേറെ ഡൈവ്സിനും എൻ്റെ സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഓഷ്യൻ ക്ലീനിങ്ങിലേക്കൊക്കെ എനിക്ക് വരണമെന്നുണ്ട്. ഐ എം ഗോയിങ് ടു ടച്ച് ഓൺ ദാറ്റ്. പക്ഷേ ഇപ്പം യു സെഡ് ഓപ്പൺ വാട്ടർ സ്കൂബ ഡൈവിങ് അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് എത്ര മണിക്കൂർ അവേഴ്സ് ഡിഡ് യു ഹാവ് ടു കംപ്ലീറ്റ് ഫോർ യു ടു ഗെറ്റ് ഇൻ ടു അഡ്വാൻസ്ഡ് സ്കൂബ ഡൈവിങ്? അതിൻ്റെ ഒരു പ്രോസസ്സ് പറയാമോ? കാരണം ആസ് ഫാർ ഐ നോ, ഇപ്പം നമുക്കിപ്പം യു എയിൽ ഒരു ലൈസൻസ്ഡ് ഒരു അതോറിറ്റി ഉണ്ട് സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി. ഇഫ് ഐ എം നോട്ട് റോങ്, ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് പാഡി അല്ലേ? നമുക്ക് ഫിഫ ICC എന്നൊക്കെ പറയുന്ന പോലെ പാഡി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അപ്പം പാഡിയുടെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണോ, അതോ ഹൗ ഡു യു പ്രൊസീഡ് ഓൺ വിത്ത് ദിസ്? ഒരു ബിഗിനർ എന്ന നിലയിൽ കെൻ യു എക്സ്പ്ലെയിൻ ടു മീ? പാഡി ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാന്ന് പറയാം. UAE മാത്രമല്ല, ഔട്ട് ഓഫ് ഓൾ ഓഫ് ഇൻ ദ ഹോൾ വേൾഡ്, പാഡി ഈസ് ലൈക്ക് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കൂബ ഡൈവിംഗ്. അപ്പോൾ മൈ ഇൻസ്ട്രക്ടർ വേണു സർ ഇസ് എൻ ഇൻസ്ട്രക്ടർ ഫ്രം പാഡി. അപ്പോൾ in all regions there are some instructors and they teach students who are interested. So first level for scuba diving is open water scuba diver. For my age it was junior open water scuba diver. ഞാൻ തുടങ്ങിയത് 10 years എന്തായിരുന്നു. അപ്പോൾ ജൂനിയർ ഓപ്പൺ വാട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഡെപ്ത് വരെ പോകാൻ പറ്റും? അയ്യോ 10 meters. 18 meters, sorry 18 meters. അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. കുഴപ്പമില്ല. എന്തായാലും എനിക്കത് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. സോ സേ ഫോർ എക്സാമ്പിൾ 18 meters. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൗ മെനി hours do you have to complete? Hours ആയിട്ടല്ല, അതിന് ആദ്യം ഒരു ലേണിംഗ് പോർട്ടൽ ഉണ്ട്, ഒരു കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സാം പാസ്സാവണം. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ച് സർട്ടിഫിക്കേഷൻ ടൈപ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കണം. പിന്നെ വാട്ട് ഇഫ്സ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം പ്രാക്ടിക്കൽ ക്ലാസ്സസും ലൈക്ക് പ്രാക്ടിക്കലി പോയി നിങ്ങൾ ഡൈവ് ചെയ്ത് പഠിക്കുന്നത്? അതോ ഡിഡ് യു ഹാവ് ലൈക്ക് ഓൺലൈൻ കോഴ്സ് പോലെ? ഓൺലൈൻ കോഴ്സ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പൂളിൽ വെച്ചിട്ട് ഒരു പ്രാക്ടീസ് ഡൈവ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഡൈവ് സീൽ, കടലിൽ. അടിപൊളി. ഈ കടൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അങ്ങനെ കടലിൽ പോയിട്ട് സ്കൂബ ഡൈവ് ചെയ്തപ്പോൾ? വാസ് ഇറ്റ് സംതിങ് ദാറ്റ് യു ഹാഡ് ഇൻ മൈൻഡ്? വിചാരിച്ച പോലെയല്ല അല്ലല്ലേ? ഞാൻ എൻ്റെ ബിഗ്ഗസ്റ്റ് I'm most embarrassed about this. I was scared about the animals there. Yeah, I won't blame you, karna I'm also almost like that. It was the most embarrassing fact. But as soon as I entered the water, it was like therapy. Really? Like my whole mind just went blank and I started imagining all the fishes as the king and queen of the sea. And it was a completely whole entire new world, and I felt so connected with the ocean and the nature. Just a different experience. ഈ സ്ക്യൂബ ഡൈവിംഗ് ആയിട്ട് പോകുമ്പോൾ when you're going down with the gear, you will see a lot of corals കാണും, a lot of fishes കാണും. ഇതിങ്ങൾ എങ്ങനെയാണ്? did you have any kind of like unforgettable memory വന്ന് അടുത്ത് വരുന്നതും ഈ കണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നതോ, അല്ലെങ്കിൽ did anything swam across you? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം എനിക്കിപ്പം now when you're saying all this, no Sarah, എനിക്ക് ജിന്ദഗി നാ മിലേഗി ദോബാറയ്ക്കകത്ത് ഋത്തിക് റോഷൻ്റെ സീനാണ് ഓർമ്മ വരുന്നത്. what was your any unforgettable memory? അങ്ങനെ ആദ്യമായിട്ട് ഓപ്പൺ സീയിൽ പോയി സ്ക്യൂബ ഡൈവ് ചെയ്തപ്പോൾ? എനിക്കിപ്പോൾ ഓർമ്മ വരണ, ഞാൻ റെക്ക് ഡൈവിന് പോയിട്ടുണ്ടായിരുന്നു. കോഫക്കാനിൽ ഒരു ഷിപ്പ് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റെക്ക് ഡൈവിന് പോയപ്പോൾ there were many people. There's a special type of fish that my sir told was very poisonous. The fish came this close to me and I was almost close to screaming. Oh my gosh. You can't even do that underwater, right? No, you can't do that. So thankfully my sir rescued me just in time. Okay. That's something that you can never forget. ശരിയാണ്, റെക്ക് ഡൈവിംഗ്. അതിപ്പോൾ പറഞ്ഞപ്പോഴാണ്
That's also another whole world out there, right? ഇപ്പം ഓക്കെ അവിടെ നിന്ന് അപ്പോൾ സ്കൂബ ഡൈവ് കഴിഞ്ഞു. സ്കൂബ ഡൈവിൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടി. നൗ യു ആർ കമ്മിങ് ടു ഫ്രീ ഡൈവിംഗ്. നൗ ഫ്രീ ഡൈവിംഗിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ സാറ് തന്നെയാണോ, വേണു സാറ് തന്നെയാണോ ഫിഗർഡ് ഔട്ട് ദറ്റ് യു ആർ ഗുഡ് അറ്റ് ഫ്രീ ഡൈവിംഗ്, വൈ ഡോണ്ട് യു ഗോ ഫോർ ഇറ്റ്? അങ്ങനെ സാറ് മനസ്സിലാക്കിയിട്ടാണ് യു ഗോട്ട് ഇറ്റ് ടു ഇറ്റ്? എൻ്റെ അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടറിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സർ നോട്ടീസ് ദാറ്റ് ഐ ക്യാൻ ഹോൾഡ് മൈ ബ്രെത്ത് എ ബിറ്റ് ലോങ്കർ ദാൻ അതേഴ്സ്. ഓക്കെ, അതേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ? അതേഴ്സിന്റെ ആവറേജ് എത്രയാ? ഒരു 30-45 സെക്കൻഡ്സ്. സാധാരണ ഒരു മനുഷ്യന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ശ്വാസം. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതായിരുന്നപ്പോൾ ബക്കറ്റിനകത്ത് ഇങ്ങനെ തല ഇങ്ങനെ മുക്കിയിട്ടിട്ട് മൂക്കൊക്കെ അടച്ചിങ്ങനെ നോക്കും എത്ര നേരം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ സേറ എത്ര നേരം ഹോൾഡ് ചെയ്തു? 2 minutes 30 seconds എന്തോ. ദാറ്റ് ഈസ് കമൻഡബിൾ. പക്ഷെ അതും കഴിഞ്ഞിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയത് ആസ് എൻ ഇന്ത്യൻ ഈ പാടി എല്ലാത്തിനും റെക്കമെൻഡ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫ്രീ ഡൈവിംഗ് പാടി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് യോഗ. Oh really? Yes. Okay. To increase the lung capacity. As an Indian, I feel very proud that we are being represented as a society. Yeah. So I got more interested because of this fact. Okay. Then I practiced yoga and my breath holding capacity increased a lot that day. Then sir pushed me again to try free diving. അടിപൊളി. അങ്ങനെ ഫ്രീ ഡൈവിംഗ് ചെയ്ത് കേരളത്തിലെ ഫസ്റ്റ് ആൻഡ് യങ്ങസ്റ്റ് ഗേൾ ആയി മാറിയിരിക്കുകയാണ് സേറ. ഹൗ അമേസിങ് ഇസ് ദാറ്റ്? എന്താണ് ഇതുകൊണ്ട് ഇനി എന്താണ് അടുത്ത പ്ലാൻ? സേറയ്ക്ക് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ വരുന്നിടത്ത് വെച്ച് കാണാം, യുനോ, അതോ സർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ് ഫോർ സേറ? സാറിൻ്റെ ആഗ്രഹം ടു മേക്ക് മീ മാസ്റ്റർ ഡൈവർ ബിഫോർ ഐ ടേൺ 14. Okay, master diver. Now what are the points in being a master diver? It's like 40 hours plus dive ചെയ്തു. പിന്നെ റെസ്ക്യൂ ഡൈവർ ഒത്തിരി സർട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മാസ്റ്റർ ഡൈവർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ അതിനും സർട്ടൻ ക്രൈറ്റീരിയസ് ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയസ്? ഒക്കെ 40+ hours കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഇത്ര amount ഓഫ് ഡൈവ്സ് വേണം, പിന്നെ റെസ്ക്യൂ ഡൈവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ, പിന്നെ ഫ്രീ ഡൈവർ, അതൊക്കെ ആവണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതുവരേക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സേറയ്ക്ക് ഇനി പതിയെ അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് യു ക്യാൻ ബിക്കം എ മാസ്റ്റർ ഡൈവർ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി പോസിബിൾ ഫോർ യു. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോണ്ട് യു തിങ്ക് ദാറ്റ് വിൽ ഓൾസോ ബി പോസിബിൾ ഫോർ യു? Yes, of course you can. Of course you can. I think you have come to a stage where there are kids who are looking up to you, where you have done a lot of things that normally an average kid can't do. So just believe that you can do it. Anyone can do this. Absolutely, anyone can do it, but you did it, right? You did it. That's the whole point. What do you see like another 10 years from now? What do you really want to become? Scuba diving, free diving, do you plan on thinking of that as a, taking that as a career option ആയിട്ട് വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? കാരണം ഈ ഡൈവിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഒത്തിരി ഡൈവിങ്ങിലേക്ക് പോകാറില്ല. ദാറ്റ് സൈഡ് ഓഫ് കരിയർ ഒന്നും അങ്ങനെ ആരും ചിന്തിക്കാറില്ല. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് നല്ല സാലറി പേ ചെയ്യുന്ന ഒരു നല്ല അടിപൊളി കരിയർ ആണെന്നുള്ളത്. ഐ തിങ്ക് സം 25,000 to 26,000 dirhams ഒക്കെയാണ് പെർ മന്ത് ഒക്കെ ഒരു നല്ല അടിപൊളി ഡൈവറിന് സാലറി ആയിട്ട് കിട്ടുന്നത്. അപ്പം വാട്ട് ഡു യു സീ യുവർ സെൽഫ്? ഇതൊരു പ്രൊഫഷൻ, ഒരു കരിയർ ആയിട്ട് എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അതൊരു സൈഡായിട്ട് ഇത് വെച്ചുകൊണ്ട് യു വാണ്ട് ടു ഡു സംതിങ് എൽസ്? കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ടേക്കിംഗ് ഇറ്റ് ആസ് എ കരിയർ ഓപ്ഷൻ. ബട്ട് ഐ വാണ്ട് ടു പെർസ്യൂ സംതിങ് എൽസ് ടു. ലൈക്ക് being a doctor, maybe? Being a doctor. Okay, sheri. You can know being a doctor and Both a diver. possible. Everything is possible. Of course. That's interesting. Sheri, appo endayalum let's go back to that whole ocean cleaning campaign. Sarah പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ അജ്മാനിലെ ഒരു മലയാളി സമാജം സ്പോൺസർ ചെയ്ത് നിങ്ങൾ കുറച്ച് പേര് ഡൈവേഴ്സ് പോയി ഓഷ്യൻ ക്ലീനിങ് ചെയ്തു. Tell me more about that. Just on a random day, sir asked me to come to Ajman. He asked me if I was free. അപ്പോൾ ഞങ്ങൾ അജ്മാനിലെ ഓഷ്യൻ ക്ലീനിങ് ഡ്രൈവ് എന്ന് വെച്ചാൽ ഒത്തിരി കമ്മ്യൂണിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡൈവിംഗ് സെൻറ്റേഴ്സ് കെയിം ടുഗെദർ ആൻഡ് ക്ലീൻ ദി ഓഷ്യൻ.
Wow. Cleaned അവിടെ ഒരു small ground ഉണ്ട്, very dirty, very filthy, covered water. Oh, is it? It was. The visibility was very low. It was very dark. ഇത് അജ്മാനിലാണോ? Yes, Ajman. Okay, okay. Because it's man-made place. Oh, ശരി. So Okay. പിന്നെ ഒത്തിരി our aim was to clean the place as much as we could. അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് ഡിവൈഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ക്ലീനിങ് തുടങ്ങി. ഓക്കെ, നിങ്ങളപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലീനിങ് എങ്ങനെയായിരുന്നു? ഡിഡ് യു ലൈക്ക് താഴെ പോയി എടുത്ത് തിരിച്ച് വന്ന് ഡിഡ് യു കം ആൻഡ് ഡംപ് ഇറ്റ് ഹിയർ? അതോ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? We താഴെ പോയിട്ട് we had a cover with us. We had a, I don't know the professional name of it. ഓക്കെ, ആ കവറോടെ കൂടി നിങ്ങൾ താഴേക്ക് പോയി എന്നിട്ട് അവിടുന്ന് അങ്ങനെ എടുത്ത് കളക്ട് ചെയ്ത് ഡംപ് ചെയ്തു. Came up with the help of the police, I think. Okay. They roamed around and collected the waste to represent it in the beginning, front, and then recycle whatever. Wow. All this at 14 years old, alle? Oh, interesting, Sarah. I'm so glad I could bring you here on air. എന്തായാലും സേറയുടെ ഈ സ്റ്റോറി കേട്ടിട്ട് എത്ര ഫ്രണ്ട്സ് ഓഫ് യോഴ്സ് ഹാവ് signed up for scuba diving? Many. They were very interested. Okay. Most of them went for discover scuba diving just for fun, kind of. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് എവ്രി വൺ, എല്ലാവരും പൊതുവേ ചെയ്യുന്ന അങ്ങനെയല്ലേ. അതായത് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇതുപോലെ ഫുജറെ പോകുന്നു, ഒരു ബോട്ട് എടുത്തിട്ട് ഒരു ഏതെങ്കിലും ഒരു സീൻ്റെ ഒരു ഭാഗം, ഒരു മിഡിൽ പോർഷനിൽ പോയിട്ട് ഒരു കുറച്ച് മേ ബി ഒരു 10-15 മിനിറ്റ്സ് ഒരു ട്രെയിനിങ് ഉണ്ടാവും, എന്നിട്ട് അവർ സ്കൂബ ഡൈവ് ചെയ്യും, തിരിച്ചു വരും. അതാണല്ലോ പൊതുവേ ഞാൻ കേട്ടിട്ടുള്ള സ്കൂബ ഡൈവിങ്. ഞാനൊരിക്കലും സ്കൂബ ഡൈവിങ് പോയിട്ട് ഈ വെള്ളത്തിലേക്ക് കടലിലേക്കുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. കാരണം എനിക്ക് കടൽ ഭയങ്കര ഒരു ഫോബിയാണ്. ഐ മീൻ ഹൗ മച്ച് എവർ ഐ ലവ് സീയിങ് ദ സീ ഓർ ദി ഓഷൻ ഇൻ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, നേരിട്ട് എനിക്ക് കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വലിയൊരു ഫോബിയാണ്. കാരണം അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഡാർക്ക്നെസ്. സോ ഐ വാസ് തിങ്കിങ് ഒരു 14-year-old ആയിട്ടുള്ള സേറയ്ക്ക് ആ ഇരുട്ടും ആ ഒരു സൗണ്ട് ഒരു സൗണ്ടും ഇല്ലല്ലോ അല്ലേ? ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്, റൈറ്റ്? അണ്ടർ വാട്ടർ എങ്ങനെയാണ്? ഹൗ ഡു യു ഡിസ്ക്രൈബ് അണ്ടർ വാട്ടർ, ഡീപ് വാട്ടേഴ്സ്? ഹൗ ഡു യു എക്സ്പ്ലെയിൻ? For me, it's calm. For me, it's just silence all around. ആദ്യം പോയപ്പോഴും അങ്ങനെയായിരുന്നോ? ആദ്യം പോയപ്പോഴും you were expecting this? No. Okay. First, I was scared, but then my parents, of course, they're like my biggest cheerleaders. Absolutely. I don't know what I would do without them. Absolutely. They were like, you can do it. You can do all of it. You are going to do it. That is sweet. I did it. And then the 10-20 minutes were hard because I was my body was getting adjusted to a different environment. But then I got adjusted to it pretty quickly. Brilliant. I think it has a lot to do with, is it because you're young? അതോ യൂഷ്വലി ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണോ? ഇപ്പം സ്കൂബ ഡൈവിംഗ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ യു ഹാവ് ടു നോ സ്വിമ്മിങ് ടു ഡു സ്കൂബ ഡൈവിംഗ്. അത് കറക്റ്റ് ആണോ? അതോ സ്വിമ്മിങ്ങിൻ്റെ ആവശ്യമില്ല? ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? അതായത് സ്കൂബ ഡൈവിംഗ് ചെയ്യാനായിട്ട് മിനിമം ഇത്ര ആയിരിക്കണം, മാക്സിമം ഇത്ര ആയിരിക്കും, ഇതിനുള്ള ആൾക്കാർക്കേ പറ്റത്തുള്ളൂ? According to what I know, anybody can do scuba diving. It's the safest adventure in the world. Wow. But it's easier for younger people to dive. Okay. Because we have a more open mind. We don't think too much. But വലിയ ആൾക്കാർക്ക് അയ്യോ മുങ്ങിപ്പോ എന്ത് ചെയ്യും? കറക്റ്റ്. ഇറങ്ങാൻ റാനാട്ടത് എന്ത് ചെയ്യും? കറക്റ്റ്. They are more practical in thinking. ഓക്സിജൻ അയ്യോ ഓ മൈ ഗോഡ്, ഇതൊക്കെ തന്നെയാണ് കറക്റ്റ്. ഈ ചിന്ത തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിവേ സേറ, ദാറ്റ് ഈസ് ബ്രില്യൻറ്റ്. ഈ സ്കൂബ ഡൈവിങ്ങും ഫ്രീ ഡൈവിങ്ങും അല്ലാതെ തന്നെ സേറയ്ക്ക് വേറെ തന്നെ ഒരു ലോകമുണ്ട് കേട്ടോ. ഇൻ സ്കൂൾ യു ആർ ഇൻ ദ ഫുട്ബോൾ ടീം അല്ലേ? അതിനോടൊപ്പം വയലിനും പഠിക്കുന്നുണ്ട്. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. Again, violin was started because of my mother. Is it? Your mother has introduced you to a lot of things. Everything I know is because of my mother. I love to say something about your dad also. He's also there. He's also watching. My mom and dad are the same people for me. They're both one. Okay. And how about violinum, footballum? How did you start with football? FIFA World Cup in the Samayat. My dad is a huge fan of Messi, by the way. Okay. So he was very interested and I suddenly become interested. Okay. Then I started going for morning coaching and started becoming involved in football and I grew interest on it. Oh my gosh, that's amazing. So basically you have the great support from your dad parents and mom. രണ്ടുപേരും അത്രയും സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് സേരയ്ക്ക് കൂടെ കട്ടയ്ക്ക് ഉള്ളതുകൊണ്ട് സേര കണ്ണും അടച്ചു എങ്ങോട്ടേക്ക് പോവും അല്ലേ?
ദാറ്റ്സ് ബ്രില്യൻറ്റ്. എന്തായാലും വേണു സർ ഒരു വലിയ താങ്ക്സ് സേറനെ ഇതുപോലെ ട്രെയിൻ ചെയ്ത് സേറനെ സാർ പറഞ്ഞ പോലെ ആ മാസ്റ്റർ ഡൈവർ ആക്കിയിരിക്കണം. ഓക്കെ ശരി. അപ്പോൾ എന്തായാലും സേറ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഇപ്പം നമ്മൾ ഒരു ടൈറ്റിൽ കേട്ടു, അതായത് കേരളാസ് ഫസ്റ്റ് സർട്ടിഫൈഡ് ഫ്രീ ഡൈവർ ആൻഡ് ദ യങ്ങസ്റ്റ് വൺ എന്ന് കേട്ടു. ഇനി അടുത്ത തവണ മറ്റൊരു ടൈറ്റിലായിട്ട് ഐ വോണ്ട് യു ബാക്ക് ഹിയർ ഇൻ ദ സ്റ്റുഡിയോ. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. യു വോണ്ട് സേ സംതിങ് ടു അവർ ലിസണേഴ്സ്? ഇപ്പോൾ കേൾക്കുന്ന നമ്മുടെ യങ് ലിസണേഴ്സ് ഒരുപാട് പേരുണ്ട്, കുറേ കുട്ടികളുണ്ട്. ദേ മൈറ്റ് ബി ആസ്പയറിംഗ് ടു ഡു സംതിങ് ഇൻ ദിയർ ലൈഫ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഫ്യൂ വേർഡ്സ് ഓഫ് എൻകറേജ്മെന്റ് it'll mean a lot to them. The only few words I got to say is that be grateful for what we have. We are very lucky to have the opportunity, and make sure of all the opportunities we have, because our life is just too short to waste it. And explore the nature, explore the ocean, and explore what we have been gifted with in this world. Especially when you're living in a region like UAE and when you have your parents as a support. വേറെ എന്ത് നോക്കണം അല്ലേ? ശരി. അപ്പോൾ എന്തായാലും സേറ, വൺസ് അഗൈൻ എ ബിഗ് താങ്ക് യു. ഞാനിവിടെ എഴുതി വെച്ച നോട്ട്സ് മൊത്തം ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഇനി എന്ത് ചോദിക്കണം, സേറയുടെ അടുത്ത് ചോദിക്കണം. ബട്ട് ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് വി വർ ഏബിൾ ടു സ്പീക്ക് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ എന്തായാലും അങ്ങനെ സേറയ്ക്ക് വല്ല പേജ് ഉണ്ടോ, ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ? ഒന്നും ഇല്ലല്ലേ? ഓക്കെ, സേറയായിട്ട് ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് മെസ്സേജ് അയക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ ശരി. അപ്പോൾ സേറ, താങ്ക് യു വൺസ് അഗൈൻ കേട്ടോ. യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ അഹെഡ്, സോ യൂസ് ഇറ്റ് വൈസ്ലി. ആൻഡ് എനിവേസ്, പേരൻസ് ഉണ്ട്, ഈ ഡാഡ് ആൻഡ് മോം എപ്പോഴും ഉണ്ടാവും. അപ്പം അവരെ always think about them and keep them proud always. Okay? Take it. Fresh song of the hour. Brought to you by ABC Cargo and Courier. #1 in GCC.